Okay, good morning everyone. Once again, welcome back. ഷരത്ത് എല്ലാ ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂ മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യട്ടോ. സോ once again, welcome back, Divya ma'am. Thank you so much. And is there anybody? Okay, am I audible? Audible ആണെന്ന് വിചാരിക്കുന്നു. Yeah. Just let me know if I am audible correctly. Just let me know. Okay. Okay, am I visible? ഞാൻ എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. കാണുന്നുണ്ട് സർ, ക്ലിയർ ആണ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് എനിക്ക് ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടെക്നിക്കൽ എറർ പോലെ കാണിച്ചു. സോ നമ്മളുടെ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സെഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് സെഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗ വാസ് ദ സെഷൻ? വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ഒരു 2 ദിവസത്തെ സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, 2 days എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇന്ന് നമ്മൾ 3rd ഡേയിലേക്ക് കിടക്കാൻ പോവാണ്. 3rd ഡേയിലേക്കുള്ള, കാരണം പല ആൾക്കാരും എന്താ വെച്ചാൽ അതിൻ്റെ റെക്കോർഡ്സ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ അത് ശരിക്കും കേൾക്കണം എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ 3rd സെഷൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെറിയ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് നേരിട്ട സമയത്ത് ആണ് എന്തുണ്ടായത്, ഈ പറഞ്ഞിരിക്കുന്ന 3rd സെഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത്. സോ ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ദിസ് 3rd സെഷൻ നൗ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു റെസ്പോൺസ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക നൽകുക. ചാറ്റ്സ് നമ്മളല്ലേ ചാറ്റ്സിൽ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എവറി വൺ. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അവൈലബിൾ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? യെസ്, ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, എങ്ങനെയാണ് നമുക്ക് ഓക്കെ, വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പോകാം. ഓൾ സെറ്റ്? ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പോകാം. വെൽത്ത് ക്രിയേഷൻ എ ബിഗിനേഴ്സ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയുക സെഷനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ലേൺ ദ മൈൻഡ് സെറ്റ്, ഹാബിറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ബിൽഡ് ലാസ്റ്റിംഗ് വെൽത്ത്. ഇതാണ് നമ്മളുടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു റിച്ച് ആയിട്ടുള്ള ആളുടെ അതേ ബ്ലൂ പ്രിന്റ്, അതേ മനോഘടന നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, റിച്ച് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വെൽത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വൈ വെൽത്ത് ക്രിയേഷൻ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ. ഫൈനാൻഷ്യൽ ഫ്രീഡം എന്തുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം, എന്തുകൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു.
അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഗിവ്സ് യു ചോയ്സസ്, അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. പിന്നെ പറഞ്ഞു വെൽത്ത് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി, പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് എപ്പോഴും സമ്പത്തുണ്ടെങ്കിലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ആൻഡ് ഇറ്റ്സ് എനേബിൾസ് യു ടു സപ്പോർട്ട് അതേഴ്സ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് പോലെ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് പണം. പണത്തിൽ ഒരുപാട് ദൈവികതയുണ്ട് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാരണത്താലാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങനെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പണത്തിൻ്റെ സ്പിരിച്വൽ സൈഡിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. സോ ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി, ഇറ്റ്സ് അബൌട്ട് ദ മൈൻഡ് സെറ്റ്. അടുത്ത പോയിന്റ് പറയുന്നത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് മണി, അത് പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്, ആ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിലേക്ക് കാണണം എന്നുള്ള കാര്യം. സോ പിന്നെ നമ്മൾ പറഞ്ഞു കോമൺ മിത്സ് അബൌട്ട് വെൽത്തിനെ കുറിച്ചുള്ള മിത്സ്, അതായത് തെറ്റിദ്ധാരണകൾ, പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതായത് പണം ഉണ്ടാക്കാൻ നിങ്ങൾ പണക്കാരനായി ജനിക്കണം എന്നൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഞാനൊരു അംബാനിയുടെ മകനായിട്ട് ജനിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ യൂസുഫ് അലി സാറിൻ്റെ മകനായിട്ട് ജനിച്ചില്ലല്ലോ, എന്തൊക്കെ ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടോ പല ആൾക്കാരും. അത്തരത്തിലുള്ള കോൺസെപ്റ്റ് വളരെ തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ പണക്കാരനാണെങ്കിൽ എത്രയോ ആൾക്കാർ, മില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് പണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നെക്സ്റ്റ് എന്താണ്, യു മസ്റ്റ് ടേക്ക് ഹ്യൂജ് റിസ്ക്. പണം ഉണ്ടാക്കാൻ ഒരുപാട് റിസ്ക് എടുക്കണം, ബിസിനസ് ചെയ്യണം എന്നുള്ള തിങ്കിങ്. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. ചെറിയ രീതിയിലുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോംഡ് റിസ്ക് എടുത്താലും നമ്മൾ റിച്ച് ആകാൻ പറ്റും. ശരിക്കും ആക്ച്വലി അതിലൂടെയാണ് റിച്ച് ആകാൻ പറ്റും. നെക്സ്റ്റ്, ഓൺലി ബിസിനസ് പീപ്പിൾ ക്യാൻ ക്രിയേറ്റ് വെൽത്ത്. ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമാണ്, ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എത്ര പണം വരുന്നു എന്നുള്ളതല്ല പ്രധാനം, വരുന്ന പണത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. എത്ര പണം വരുന്നു എന്നുള്ളതല്ല, വരുന്ന പണത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. നെക്സ്റ്റ്, വെൽത്ത് ഈസ് ഈക്വൽ ടു ഗ്രീഡ് എന്ന് പറയുന്ന തിങ്കിങ് ഉണ്ട്. വെൽത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ആർത്തിക്ക് തുല്യമാണ്, ഗ്രീഡാണ്, വിച്ച് ഇസ് നോട്ട് ട്രൂ. ആൻഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു സ്റ്റാർട്ട്. പല ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് ഒരുപാട് പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, 40 60 50 60 70 ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ മൈൻഡ് സെറ്റാണ്, അതൊക്കെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ്ലി വിടണം. ഓക്കെ, ഓരോ പ്രായത്തിലും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജികളാണ് വർക്ക് ചെയ്യുക. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ നോ ഡൗട്ട് 6 മാസം കൊണ്ട് ചേഞ്ച് വരുന്നവരുണ്ട്, 1 ഇയർ കൊണ്ട് ചേഞ്ച് വരുന്നവരുണ്ട്, 2 ഇയേഴ്സ് കൊണ്ട് ചേഞ്ച് വരുന്നവരുണ്ട്, 3 ഇയേഴ്സ് കൊണ്ട് ചേഞ്ച് വരുന്നവരുണ്ട്. നമ്മൾ ശരിക്കും ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രായം കൂടുതലായി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ രാജ്യങ്ങൾ ഭരിക്കുക എന്ന് പറയുന്നത്. ലോകത്തുള്ള പല രാജ്യങ്ങളും ഭരിക്കുന്നത് 60, 70, 80, 90 വയസ്സിനടുത്ത് പ്രായമുള്ള ആൾക്കാരാണ്. ഇപ്പോഴും ചില രാജ്യങ്ങൾ ഭരിക്കുന്നത് 90 വയസ്സിന് മുകളിൽ ഒക്കെ ഉള്ള ആൾക്കാരാണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ കറൻ്റ്ലി ഭരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴും 89 വയസ്സാണ്. നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ അധികം ദൂരമൊന്നും പോകണ്ട, VS അച്യുതാനന്ദൻ സാറ് എത്ര വയസ്സ് വരെ ആക്റ്റീവായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്നും ഒരിക്കലും എന്ത് ചിന്തിക്കരുത്, 50 60 കഴിഞ്ഞും ചിന്തിക്കരുത്. ഇവിടുന്ന് അങ്ങോട്ടാണ് സുവർണ്ണ കാലഘട്ടം തുടങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ്, ദ വെൽത്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ 1 പറഞ്ഞൊരു കാര്യമാണ് വെച്ചാൽ ഫ്രം കൺസ്യൂമർ ടു ക്രിയേറ്റർ. നമ്മൾ എന്തായി മാറണം, മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ആദ്യം നമ്മളെപ്പോഴും ഒരു കൺസ്യൂം ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അത് എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പണം ചിലവഴിക്കുന്നത് നമുക്ക് ഇങ്ങനെ നമ്മൾ പണത്തിന് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം എപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക്, അസറ്റ്സിലേക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ്, ഫ്രം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ടു ഡിലേഡ് റിവാർഡ്സ്. നമ്മൾ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യണം.
ഷോർട്ട് ടേം പ്ലഷറും മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലോങ് ടേം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് പോവുക. ഷോർട്ട് ടേം പ്ലഷർ വരുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാകാം. ഫുഡ് കഴിക്കുന്നത്, ഫുഡ് വല്ലാണ്ട് കഴിക്കുന്നത്, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര പോവുക, ഇഷ്ടപ്പെട്ട മൂവി കാണുക. നിങ്ങളുടെ പണം പലപ്പോഴും എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സംഗതികളായിരിക്കാം, ചെറിയ ചെറിയ ഹോളായിരിക്കും. അങ്ങനത്തെ ഒരുപാട് ഹോളുകളുണ്ടാവും. നിങ്ങളുടെ അടുത്തൊരു ഒരു ചാക്ക് സഞ്ചി ഒരു മണലുണ്ടെന്ന് വിചാരിച്ചു. മണലാണ്. ആ മണൽ ആക്ച്വലി നമുക്ക് ആ മണൽ ചെറിയ ചെറിയ ഹോളുകളുണ്ട് ആ ചാക്ക്. അത് മതി അല്ലേ അതിലൂടെ കിനിഞ്ഞിറങ്ങി പോകാൻ? മൊത്തം ചാക്കും കാലിയാകും. നമ്മളധികം ആൾക്കാരുടെയും പ്രശ്നം എന്താ വെച്ചാൽ വരുമാനം വരാൻ ഒരു ടാപ്പും, ഓക്കെ, ഒരു വലിയ ടാപ്പ്, ഒരു വലിയ ടാങ്കിലേക്ക് വരുമാനം വരുന്ന ഒരു ഒറ്റ ടാങ്ക്. പക്ഷെ ആ ടാങ്കിൽ നിന്ന് ഒരുപാട് ചെറിയ ടാപ്പുകളിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്ന പോലെ നിങ്ങളുടെ പണം പുറത്തേക്ക് പോകുന്ന സ്വന്തം. അപ്പോൾ ഒന്നുകിൽ എന്ത് വേണം, ഒരു ടാപ്പ് പോരാ, ഒരുപാട് ടാപ്പുകളുടെ ടാങ്കിലേക്ക് വെക്കണം, എന്നാലേ ടാങ്ക് നിറഞ്ഞു ഒഴുകുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ ടാപ്പിലൂടെ ഒരുപാട് പൈസ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ വേണം. അതിനെന്ത് ചെയ്യണം, മാക്സിമം ടാപ്പിൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക. പുറത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം ടാപ്പിൻ്റെ എണ്ണം പുറത്തേക്ക് വയ്ക്കുക, ഉള്ളിലേക്ക് വയ്ക്കുന്ന എണ്ണം കൂട്ടുകയും ചെയ്യുക. ഫ്രം ഫൈനാൻഷ്യൽ ഫിയർ ടു ഫൈനാൻഷ്യൽ കോൺഫിഡൻസിലേക്ക് പോകണം. എപ്പോഴും നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പറഞ്ഞത് ഫ്രം വർക്കിംഗ് ഫോർ മണി ടു മണി വർക്ക് ഫോർ യു. അതായത് നമ്മളെപ്പോഴും വരുന്ന വെച്ചാൽ നമ്മുടെ ടൈം കൊടുത്തിട്ട് പണം ഉണ്ടാക്കുന്നതിന് പകരം നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാകണ്ട, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ജനറേറ്റ് ഇൻകം വിത്തൗട്ട് കോൺസ്റ്റന്റ് എഫർട്ട്. നമ്മൾ തന്നെ എഫോർട്ട് ഇടാതെ മറ്റുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് പണം മുടക്കുക. അതിനു വേണ്ടിയിട്ട് അതായത് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നു, നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ടാകും. അതിന് പുറമെ മറ്റുള്ളവരും കൂടെ വയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്ന് വെച്ചാൽ കിട്ടിയ പൈസയിൽ നിന്ന് എടുത്തിട്ട് എപ്പോഴും മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, വെൽത്ത് ക്രിയേഷൻ. സോ നെക്സ്റ്റ് 4 pillars ഓഫ് വെൽത്ത് ക്രിയേഷൻ. വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് 4 പില്ലറുകളെ പറ്റി പറഞ്ഞിരുന്നു. ഒന്ന്, ഇൻകം ജനറേഷൻ. നമുക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങളുണ്ടാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആക്റ്റീവ് വർക്കായിട്ട് സൈഡ് ഹസിൽ, പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് പാസീവായിട്ട് നമ്മൾ കിട്ടുന്ന ഇൻകം ഉണ്ടാവും, നമ്മൾ പണിയെടുക്കാതെ മറ്റുള്ളവർ. പിന്നെ സൈഡ് ഹസിൽ നമ്മൾ തന്നെ ഒരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു 9 to 5, 9 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ ഒരു 10 മണി വരെ വർക്ക് ചെയ്തിട്ട് 10 മണി മുതൽ ഒരു 6 മണി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഈവനിങ്ങിൽ ഡേ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പുറമെ അഡീഷണലി ഒരു സൈഡ് ഹസിൽ ചെറിയ ബിസിനസ്സുകൾ എന്തെങ്കിലും നമ്മൾ റൺ ചെയ്യുന്നു. അത് നമ്മൾ ഫോൺ കോൾ വഴി മാനേജ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈവനിങ്ങിൽ ചെയ്യുന്നു. ഓക്കെ, വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം. ഇതിനും പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നൊക്കെ കിട്ടിയ വരുമാനം ഉപയോഗിച്ചിട്ട് എന്ത് വെച്ചാൽ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു, മറ്റുള്ള ബിസിനസ്സുകളിലോ സംഗതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അടുത്ത മണി മാനേജ്മെൻറ്റ്. ഡെവലപ്പിംഗ് സിസ്റ്റം ടു ബഡ്ജറ്റ്, സേവ് ആൻഡ് അലോക്കേറ്റ് യുവർ റിസോഴ്സ് എഫിഷ്യൻ്റ്ലി. എപ്പോഴും നമുക്കൊരു സിസ്റ്റം വേണം, നമുക്ക് വരുന്ന പണത്തെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത്. ആ മാനേജ് ചെയ്യും എന്നുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അതായത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഡെയിലി നമുക്കത് ചെക്ക് ചെയ്യാൻ, എത്ര പൈസ വന്നു, എവിടേക്കാണ് വന്നത്, എത്ര പൈസ പോയി, എത്ര പൈസയാണ് നമ്മുടെ ഇൻകം, എത്രയാണ് വരവ്, എത്രയാണ് ചെലവ്, എത്രയാണ് ട്രാക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം വേണം. അതായത് ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണം. അതിൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. നെക്സ്റ്റ്, സ്മാർട്ട് ഇൻവെസ്റ്റർ. ഗ്രോയിങ് വെൽത്ത് ത്രൂ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വേരിയസ് അസറ്റ് ക്ലാസ്. അതായത് സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരൊറ്റ സോഴ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പല സ്ട്രീംസ് ഓഫ് ഇൻകം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. പല കാറ്റഗറി ഓഫ് രീതിയിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തത്, ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുറേയൊക്കെ ഇൻഷുറൻസുകൾ എടുക്കാൻ ശ്രമിക്കുക, അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന അസറ്റുകളും സംഗതികളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ 4 pillars ഓഫ് വെൽത്ത് ക്രിയേഷൻ കറക്റ്റായിട്ട് വരും. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇൻകം ജനറേഷൻ ബേസിക്സ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? ആക്റ്റീവ് ഇൻകം ഉണ്ടാകും, ഒരു ജോലി അല്ലെങ്കിൽ സംഗതികൾ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻകം. നെക്സ്റ്റ്, സൈഡ് ഇൻകം, ഫ്രീലാൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അഡീഷണലി
നമുക്കൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതി വേണമെങ്കിൽ പറയാം. പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടോ ഷോർട്ട് ടൈം പ്രോജക്ട്സുകൾ ചെയ്തിട്ടോ ഒക്കെ ആയിട്ട് അഡീഷണലി ഇൻകം ജനറേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പാസീവ് ഇൻകം. പാസീവ് ഇൻകം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റോയൽറ്റിയോ അല്ലെങ്കിൽ സംഗതികളൊക്കെ ചെയ്തിട്ട് അടുത്തത് സ്കിൽ ബിൽഡിംഗ്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കില്ല് നന്നായിട്ട് സ്കില്ല് വർദ്ധിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ ഇൻകം പൊട്ടൻഷ്യൽ കൂടും. സോ ഹൈ ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ഒരു ഇൻകം സ്കില്ല് ഏതാണെന്നുള്ളത് നോക്കണം. വാട്ട് ഈസ് യുവർ ഇൻകം സ്കിൽ ആൻഡ് വിച്ച് ഇസ് ഹൈ ഇൻകം സ്കിൽ? പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് പണം തരുന്ന ഒരു ഇൻകം സ്കിൽ എന്തായിരിക്കും? മനസ്സിലാകുന്നുണ്ട്? അത് നിങ്ങൾ നോക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് നോളജ് നല്ലോണം വർദ്ധിപ്പിക്കുക. അപ്പം നമ്മുടെ തന്നെ പ്രോഗ്രാം പല ടൈപ്പ് ഓഫ് പ്രോഗ്രാം. ബേസിക് പ്രോഗ്രാം ഏതാണ്? 7,999 ആണ് ചാർജ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഹൈ ടിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 1,60,000 പേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ 2.5 ലാഖിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതും ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്. എന്താണ്? ഒരൊറ്റ സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്തത്. ഞാൻ പഠിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിലെ നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പഠിപ്പിക്കുന്ന മേഖല അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന മേഖലയിൽ, എന്നിട്ട് അതിനെ പാക്കേജ് ചെയ്തിട്ട് സെല് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സെഷനിൽ 1 hour സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു പുറത്ത് പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് 30,000 ഞാൻ എന്തെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിക്കും. ഒരു 1 hour 1.5 hour ഒക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ എന്താ സംഭവം? 30,000 വാങ്ങിക്കുമ്പോൾ നമുക്കൊരു അവർലി റേറ്റ് എന്ന് പറയുന്ന സാധനമാണ്, അത് സെറ്റ് ചെയ്യണം. നിങ്ങളധികം ആൾക്കാരുടെയും അവർലി റേറ്റ് ഇപ്പോൾ എത്രയാണ്? ഒരു മണിക്കൂർ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയുടെ വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ ഇത് പറഞ്ഞു എന്നുള്ളതല്ല, ജസ്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു വാല്യൂബിൾ ആയിട്ടുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്തൊരു ഫീൽ ഉണ്ടാകണം, ഞാൻ ചെയ്യുന്ന വർക്ക് വാല്യൂബിൾ ആണ്, അതിനനുസരിച്ച് എന്തെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിക്കാം, നോ ഇഷ്യൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, yeah. ഒരു ഇൻകം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇൻകം സ്കില്ല് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഏതാണെന്നുള്ളത്? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? എനിക്കിവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഈസ് ഇറ്റ് വിസിബിൾ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. Yeah. എനിക്കിവിടെ കിട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, സോ മണി മാനേജ്മെന്റിനെ പറ്റി പിന്നെ പറഞ്ഞിരുന്നു വെച്ചാൽ, ബജറ്റിംഗ് ഈസ് ഫ്രീഡം നോട്ട് റെസ്ട്രിക്ഷൻ. ബജറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ബജറ്റ് ഉണ്ടാക്കണം, ഒരു മാസം എത്ര സ്പെൻഡ് ചെയ്യണം, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യണം, അടുത്ത ക്വാർട്ടറിൽ, അടുത്ത വർഷത്തിലേക്ക്, ഒരു വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മാസത്തേക്കുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് സേവ് ബിഫോർ യു സ്പെൻഡ്. പണം ചെലവഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം.
ആൻഡ് ട്രാക്ക് യുവർ എക്സ്പെൻസസ്. എവിടെയാണ് നിങ്ങളുടെ പണം പോകുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി ശ്രമിക്കുക. സെപ്പറേറ്റ് നീഡ്സ് വേഴ്സസ് വാണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നീഡ്സും വാണ്ട്സും തിരിച്ചറിയാൻ ശ്രമിക്കുക. ആൻഡ് എമർജൻസി ഫണ്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് കരുതണം എന്നുള്ളത് കൂടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനൊക്കെ കേൾക്കാത്തവർ എന്തെങ്കിലും കേൾക്കുക. നെക്സ്റ്റ്, ഇൻട്രൊഡക്ഷൻ ടു ഒരു ഇൻവെസ്റ്റിംഗിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പതിയെ ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ശ്രദ്ധിക്കുക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഏരിയാസ് ആണ്. ഓക്കെ, റെഡി? അപ്പം ഇൻവെസ്റ്റിംഗ് ഇസ് എ ക്രൂഷ്യൽ കോമ്പണന്റ് ഓഫ് വെൽത്ത് ക്രിയേഷൻ ദാറ്റ് അലൗസ് യുവർ മണി ടു ഗ്രോ ഓവർ ടൈം. ഹിയർ ആർ കീ പ്രിൻസിപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ്, സ്റ്റാർട്ട് സ്മോൾ ആൻഡ് സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് എന്ത് ചെയ്യുക? കുറച്ച് പണം മാറ്റി വെച്ചിട്ട് ആ പണം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? ബിഗിൻ വിത്ത് വട്ട് എവർ ദ എമൗണ്ട് യു ക്യാൻ അഫോർഡ്. എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും മിനിമം നിങ്ങൾ എന്ത് ചെയ്യും? 4 കാറ്റഗറി നിങ്ങൾ നോക്കി വെച്ച് 4 കാറ്റഗറി നോക്കി വെച്ചു. ഒന്ന് സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡിലൊക്കെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തന്നെ ടീം മെമ്പർ ആയിട്ടുള്ള ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ രീതി. പിന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൈവേഴ്സിഫൈ ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ്സ് ക്ലാസ് ടു മാനേജ് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയിൽ എന്ത് ചെയ്യുക? ഒരേ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കോമ്പൗണ്ടിങ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. ഓക്കെ, ചെറുതാണെങ്കിലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ പ്രോഫിറ്റ് കൂട്ടി കിട്ടുന്ന സംഗതി അല്ല, ഡേ ട്രേഡിംഗ് അല്ല ഇവിടെ പറയുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാല്യൂ വർദ്ധിച്ചിട്ട് അപ്രീസിയേഷൻ വന്നിട്ട് വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ടാവുക. തുടങ്ങുമ്പോൾ ചെറിയ സംഗതികൾ ഉണ്ടായിരിക്കുക, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഷിഫ്റ്റിലേക്ക് പോകും. ആൻഡ് ലേൺ ബിഫോർ യു ലീവ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നെവർ ഇൻവെസ്റ്റ് ബ്ലൈൻഡ്ലി. നമ്മൾ പഠിക്കാതെ ഒന്നും ചെയ്യരുത്. സോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകളും കോഴ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ബിഫോർ കമ്മിറ്റിംഗ് യുവർ മണി. നമ്മൾ പണം കൊടുക്കുന്നതിന് മുൻപ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഏത് കമ്പനി, ഏത് രീതിയിൽ ആര് ചെയ്യാൻ പറ്റും, ആർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. സോ നിങ്ങൾ ഷെയർ മാർക്കറ്റൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷാരിഖ് സംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ, വളരെ നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ ചെയ്യുന്ന, ഈ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. സോ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദെയർ. ഞാൻ ചെറിയൊരു ആശയം പറഞ്ഞു ഉള്ളൂ. അപ്പോൾ ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് പഠിക്കണം. യു ഹാവ് ടു സ്റ്റഡി. പഠിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏതൊരു സ്കില്ലും നമ്മൾ ഹൈ ഇൻകം സ്കില്ലാക്കി മാറ്റുന്നത്, നമുക്കത് പഠിക്കുന്ന സമയത്ത് പ്രയാസമുണ്ടാകും, ബട്ട് ദാറ്റ്സ് ഓക്കെ. പഠിക്കുന്നത് പ്രയാസമുണ്ടാകും, ബട്ട് ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒരാളെടുത്ത് പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ലേൺ ഫ്രം ദ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും, കോൺഫിഡൻസ് കിട്ടും. കുറച്ച് ദിവസം അതിൻ്റെ കൂടെ ഇരിക്കുക. ഇറ്റ് വിൽ ബി ഹാർഡ്, ബട്ട് സിറ്റ് വിത്ത് ഇറ്റ് ഫോർ 3 to 5 days or 1 week or 2 weeks. നിങ്ങൾക്കത് ഓക്കെ ആയി മാറും. നിങ്ങളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇത് സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന എത്രയോ ആൾക്കാർ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ ഹാർഡായിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, രസമില്ലാത്ത, ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു സാധനമായിട്ട് തോന്നും. പക്ഷെ യു ജസ്റ്റ് പതുക്കെ എന്ത് ചെയ്യുക? അതുമായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവുക. ഗെറ്റ് യൂസ് ടു ഇറ്റ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പതുക്കെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് ദിവസം, ഒരു 3 ദിവസം 4 ദിവസം അടുപ്പിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡിന് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ആ സ്കില്ലും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കാരണം ഫെമിലിയാരിറ്റി ബ്ലോക്ക് മാത്രമാണ് പലപ്പോഴും നമുക്ക് ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ അധികം ആൾക്കാരുടെയും ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ, ജസ്റ്റ് കമന്റ് ഡൗൺ. അഫ്സൽ മാച്ചിത്, ഹായ്, സുഖാണ് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ലേണിംഗ് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു ഈ ഏണിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. സോ ഹൈ ഇൻകം സ്കില്ല് ഒരു സ്കില്ലാണ്. നെക്സ്റ്റ്, ബിൽഡ് അസെറ്റ്സ് നോട്ട് ലയബിലിറ്റീസ്. എപ്പോഴും നമ്മളെന്ത് വെച്ചാൽ ഫൈനാൻഷ്യൽ ആർമെന്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപാട് ബില്ലുകൾ വരുന്നുണ്ടാവും, ഒരുപാട് പേയ്മെന്റ്സ് ഉണ്ടാവും, ഒരുപാട് ലോണുകൾ, ലയബിലിറ്റീസ്, കടങ്ങൾ, ബാധ്യതകളൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഇത് നമ്മൾ
വർദ്ധിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകരുത്, അതൊരുപാട് കൂടുന്നു എന്നുള്ള സംഗതിയിലേക്ക് പോകരുത്. എപ്പോഴും എന്തായിരിക്കണം, അസറ്റ്സിലായിരിക്കണം. അസറ്റ്സും ലയബിലിറ്റി എന്ന വ്യത്യാസം, ലയബിലിറ്റി നമ്മളെ പൈസ കളയാൻ, നമ്മളിങ്ങനെ ചിലവാക്കി കളയാൻ, നമ്മളെ പൈസ കൊണ്ടുപോയിട്ട് കളയുന്ന, നമുക്കൊന്നും തിരിച്ചു കിട്ടാത്ത ഒരു സംഗതിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് പണം മുടക്കുക. എന്നാൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ പണം ഇട്ട് കഴിഞ്ഞാൽ പണം തിരിച്ചു വരും. അങ്ങനെയുള്ള സംഗതികൾ വാങ്ങിക്കൂട്ടുന്നതിനാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ അസറ്റ്സ് പുട്ട് മണി ഇൻ ടു യുവർ പോക്കറ്റ്. എപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അസറ്റ്സ് ആണ് നമുക്ക് വീണ്ടും പൈസ തരിക. അസറ്റ്സ് ജനറേറ്റ് ഇൻകം ആൻഡ് അപ്രീഷിയേറ്റ് വാല്യൂ ഓവർ ടൈം. പണം കൂടുതൽ സമയം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ വർദ്ധിക്കും. ഇൻക്രീസസ് യുവർ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളൊരു ലാൻഡ് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതൊരു അസറ്റാണ്. ഓക്കെ, ഒരു അസറ്റാണ്. പക്ഷെ നിങ്ങളൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അത് അസറ്റ് അല്ല. ഒരു വീട് വെച്ചാൽ അതൊരു അസറ്റ് അല്ല. ലയബിലിറ്റീസ് ടേക്ക് മണി ഔട്ട്. ലയബിലിറ്റീസ് എന്താണ്? അസറ്റ്സ് വിൽ പുട്ട് മണി ഇൻ യുവർ പോക്കറ്റ്. നമ്മുടെ ഉള്ളിലേക്ക്, പോക്കറ്റിലേക്ക് പണം ഇടുന്ന സാധനമാണ്. ലയബിലിറ്റീസ് എന്താണ്? നിങ്ങളുടെ പണം പുറത്തേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. ലയബിലിറ്റി കോസ്റ്റ് യു മണി ആൻഡ് ഓഫൻ ഡിക്രീസസ് വാല്യൂ, റെഡ്യൂസിങ് യുവർ ഫൈനാൻഷ്യൽ പൊസിഷൻ. ഒരു കാറ് വാങ്ങുന്ന ലയബിലിറ്റിയാണ് ആക്ച്വലി. പക്ഷെ അത് നല്ല രീതിയിലേക്ക് നമുക്ക് ബിസിനസ്സിന് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, അത് വെയർ ആൻഡ് ടിയർ സംഭവിച്ച് സമയം എടുത്താൽ, വെറുതെ ഇട്ടാലും അതെന്ത് ചെയ്യും, നശിച്ചു പോകും. അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ നമ്മൾ പരമാവധി അത്തരത്തിലുള്ള സംഗതികളിൽ നിന്ന് മാറിയിട്ട് റിച്ച് ആവാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അസറ്റ്സിൽ എന്ത് ചെയ്യുന്നത്. എക്സാമ്പിൾ ഓഫ് അസറ്റ്, റിയൽ എസ്റ്റേറ്റ് ഒരു അസറ്റാണ്, ബിസിനസ് ഒരു അസറ്റാണ്, കോണ്ടന്റ് ജനറേഷൻ, ഇപ്പൊ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ഒരു അസറ്റാണ് ആക്ച്വലി. അതിന് വേണ്ടിയിട്ട് പണം മുടക്കുക, അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഓക്കെ, സോ അതൊരു അസറ്റാണ്, കണ്ടിന്യൂസ്ലി വാല്യൂ കൂടുന്നത്. എക്സാമ്പിൾ ഓഫ് ലയബിലിറ്റീസ്, EMI, ഹെവി ഗാഡ്ജറ്റുകൾ, EMI. നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട്, നമ്മൾ പല സാധനങ്ങൾ EMIയിലൂടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ്സുകൾ ഉപയോഗിക്കുന്നത്, ഓക്കെ, അതൊരു ലയബിലിറ്റിയാണ്. ഹെവി ഗാഡ്ജറ്റ്, വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂളുകൾ വാങ്ങിക്കുക, ഓക്കെ, അത് എന്താണ്, ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അസറ്റ്സ് ലയബിലിറ്റീസ് ആണ്, ബാധ്യതകളാണ്. നിങ്ങളെ പണം അതെന്ത് ചെയ്യും, കവർന്നു നിന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് വെൽത്തിനെ, പണത്തെ കൊല്ലുന്ന, സമ്പത്തിനെ കൊല്ലുന്ന കുറച്ച് സംഗതികളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണം ഉണ്ടാക്കാൻ എത്ര കഴിഞ്ഞാലും നിങ്ങളുടെ പണം വരുന്ന പണം ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്ന് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നമ്മൾ മണി ഇൻഫ്ലേഷൻ കേട്ടിട്ടുണ്ട് അല്ലേ, പണപ്പെരുപ്പം. എന്നാൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇൻക്രീസിങ് യുവർ സ്പെൻഡിങ് ആസ് യുവർ ഇൻകം റൈസസ്, പ്രിവെന്റിങ് വെൽത്ത് അക്യുമുലേഷൻ ഡിസ്പൈറ്റ് ഹയർ ഏർണിങ്സ്. അതായത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചെലവാക്കുന്നത് വർദ്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ഹയർ ഏർണിങ്സ് ഏൺ ചെയ്യാൻ കഴിയാതെ വെൽത്ത് സമ്പത്ത് സമ്പാദിക്കുന്നതിൽ, സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു, തടസ്സമുണ്ടാക്കുന്നു. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ മനസ്സിലാകുന്നുണ്ടോ? ജീവിത രീതി ഇങ്ങനെ പെരുകി വരിക. ലൈഫ് സ്റ്റൈല്, ആ സ്റ്റൈല്, ജീവിതത്തിന്റെ ആ ഒരു നിലവാരം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ഓരോ സമയം കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക്, അടുത്തത് വേണം. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ്, ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ്. അതായത് ഇത്ര മതി എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് മതി, ഇത്ര മതി, ബാക്കിയെല്ലാം സേവ് ചെയ്ത് വെക്കാം, ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് പോട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, പണം വരുന്നു, പണം പോയിട്ട് പവർ വരട്ടെ എന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുക. പണം കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ അടങ്ങുള്ളൂ. എന്തെങ്കിലും കാണുന്നു, വാങ്ങിക്കുന്നു, അതും വേണം, ഇതും വേണം, ലൈക്ക് എ സ്പെൻഡർ. അതെന്തുകൊണ്ടാണ് ആളങ്ങനെ ചെയ്യുന്നത്? ആൾക്ക് ഒരുപാട് ട്രോമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ്. ഹൈ ഇൻട്രസ്റ്റ് ഡെപ്റ്റ് ദാറ്റ് കോമ്പൗണ്ട്സ് അഗെയിൻസ്റ്റ് യു, ക്രിയേറ്റിംഗ് ഫൈനാൻഷ്യൽ ബർഡൻ ദാറ്റ്സ് ഡിഫിക്കൽട്ട് ടു എക്സ്പെക്ട്. അതായത് ക്രെഡിറ്റ് കാർഡിൽ ഒരുപാട് ഡെപ്റ്റുകൾ വന്ന് കൂടിക്കഴിഞ്ഞാൽ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു പോയി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എമൗണ്ട് വല്ലാണ്ട് വന്ന് കുമിഞ്ഞു കൂടി കഴിഞ്ഞാൽ പിന്നീട് അധികം രക്ഷപ്പെടാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, പ്യുവർലി ഒരു ബിസിനസ് കോൺസെപ്റ്റിലൂടെയൊക്കെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അല്ല ഡെയിലി ലൈഫിൽ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കേണ്ട. പെട്ടെന്ന് കുറച്ച് ക്യാഷ് വേണം ബിസിനസ്സിൽ റോൾ ചെയ്യാൻ. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് ചില സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനമാണ്. നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ പാളിപ്പോകാം. മാനേജ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ബട്ട്
താളം തെറ്റി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ താളം തെറ്റിലേക്ക് പോകും. അപ്പോൾ ചില ആൾക്കാരുണ്ട് മൾട്ടിപ്പിൾ ബിസിനസ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡിൽ കടം തീർക്കാൻ വേണ്ടി അടുത്ത ക്രെഡിറ്റ് കാർഡ്, അതിലുള്ളത് തീർക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്രെഡിറ്റ് കാർഡ്, അതിൽ തീർക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്രെഡിറ്റ് കാർഡ്, ദെൻ ചെയിൻ ഓഫ് വെച്ചിട്ട് ഇങ്ങനെ താളം തെറ്റി പോകും. ഒരു ദിവസം പണി വാളിയാൽ മതി, കംപ്ലീറ്റ്ലി താളം തെറ്റും. പിന്നീട് അതിൻ്റെ പേരിൽ ലോൺ പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, സംഗതികൾ, ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ആവല്, പല ബുദ്ധിമുട്ടുകളിലേക്കും പോകാറ്. നെക്സ്റ്റ്, വെൽത്ത് കില്ല് ചെയ്യുന്നത് ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ ഗോൾസ്. നമുക്കൊരു പണം ഉണ്ടാക്കണം, ഇത്ര പൈസ ഉണ്ടാക്കണം എന്നൊരു ഗോൾ ഉണ്ടാവില്ല. വിത്തൗട്ട് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഇറ്റ്സ് ഈസി ടു ഡ്രിഫ്റ്റ് ഫൈനാൻഷ്യലി ആൻഡ് മിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. പലപ്പോഴും ഇത്ര പൈസ ഉണ്ടാക്കണം, ഇത്ര പൈസ എനിക്ക് സേവ് ചെയ്യണം, ഇത്ര പൈസ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര പൈസ എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഈ ഇത്ര രൂപ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം, ഇത്രയും ക്യാഷ് എനിക്ക് വേണം എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ നമ്പർ ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാതെ എന്ത് ചെയ്യും, പലപ്പോഴും ആ ഒരു അവസരങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല. മനസ്സിലാവണ്ട, അതൊരു വലിയൊരു ചലഞ്ചാണ്. നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ സ്കാംസ് ആൻഡ് ഗെറ്റ് റിച്ച് ക്വിക്ക് ട്രാപ്പ്. പലപ്പോഴും പല ആൾക്കാരുടെയും പണം പോകുന്നത്, പല വ്യക്തികളും വന്നിട്ട് ഓരോ പദ്ധതികൾ പറയും, സ്കീമുകൾ പറയും. അറിയാലോ, മണി ചെയിൻ സ്കീമുകൾ. ഓക്കെ, ഇത്ര ആളെ ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന സംഗതി നടക്കും, അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, ഓക്കെ, പണം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയുള്ള സ്കീമുകൾ വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ചാടിക്കയറി വീഴും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പണം മുഴുവൻ അതിൽ കൊണ്ടിടും, പിന്നെ ആ പണം നഷ്ടപ്പെടും. ഇന്നലെ വൈകുന്നേരം കൂടി എന്നോട് ഒരാൾ സംസാരിച്ചിട്ടുള്ളൂ, മണി ചെയിൻ പോലുള്ളൊരു സ്കീമിൽ പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ അകപ്പെട്ട ഒരാളുടെ ബ്രദറിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അവർ ഇതേപോലെ ഇതിൽ പെട്ടിട്ട് ആകെ തകർന്നിരിക്കുകയാണ് മാനസികമായിട്ടും ഇതിലല്ലോ. അപ്പം അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അധികം ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സംഗതിയില്ല, പണം ഉണ്ടാക്കാൻ നമുക്കൊരു എളുപ്പവഴികൾ സ്വീകരിക്കാം, അതല്ലേ നല്ലത്, അതല്ലേ സുഖം, അതല്ലേ രസം, നമുക്കതെടുക്കാം എന്നുള്ള രീതിയിലുള്ള തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള തിങ്കിങ് എന്ത് ചെയ്യുക, ആദ്യം ഒഴിവാക്കണം. നമുക്ക് ലൈഫിൽ നമുക്ക് രക്ഷപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ട കാര്യങ്ങളിൽ ഒന്നതാണ് എന്ത്, ഇതിലേതാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ മാർക്ക് ചെയ്ത്. നെക്സ്റ്റ്, അഞ്ചാമത്തത് നോട്ട് ലേണിംഗ് അബൌട്ട് മണി. പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പഠിക്കാൻ തയ്യാറല്ല. പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറല്ല. നോട്ട് ലേണിംഗ് അബൌട്ട് മണി. പലപ്പോഴും അധികം ആൾക്കാർക്ക് പണം ഉണ്ടാക്കാൻ അറിയാത്തത്, പണം ഉണ്ടാക്കാൻ പഠിക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പഠിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യണം. ക്യാൻ യു ഗൈസ് ഗിവ് മീ എ പ്രോമിസ്? ഒരു പ്രോമിസ് നൽകാൻ പറ്റുമോ നിങ്ങൾ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? റെഡി? അഫ്സൽ മാജിദ് പറയുന്നു, ഹായ് സർ, ഓൾ ഗുഡ്, താങ്ക് യു ഫോർ ആസ്കിങ്. താങ്ക് യു അഫ്സൽ. വി ഷുഡ് ടോക്ക്. അഫ്സൽ ഫ്രീ ആവുന്ന സമയത്തൊന്ന് വിളിക്കണം, മെസ്സേജ് അയക്കണം. ഓക്കെ, നിങ്ങൾ പ്രോമിസ് ചെയ്യാൻ തയ്യാറാണ്? പ്രോമിസ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് പറഞ്ഞത്. സിമ്പിളാണ്, കോൺസെപ്റ്റ് സിമ്പിളാണ്, ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ടാക്സ്, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്, മണി മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ച് എന്തായാലും ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, നിങ്ങളൊരു ചെറിയൊരു ബേസിക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്, ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒരു കോഴ്സ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം, പഠിക്കണം. എവിടെന്നെങ്കിലും. ഞാനത് കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട. ഞാൻ എനിക്ക് വേണ്ടി പറയണമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു കോഴ്സ് എന്തായാലും പഠിക്കണം. മണി മാനേജ്മെൻറ്റ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ പാർട്ടാണ്. അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതെങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കാം, സംഗതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ശരിക്കും എന്തായിരിക്കണം, മാസ്റ്ററി നേടിയിരിക്കണം. മനസ്സിലാകുന്നുണ്ട്? ആ ഒരു കോഴ്സ് ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യും, പണത്തെ ഇങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കോഴ്സ്. പിന്നെ അടുത്തൊരു കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഓക്കെ, പറ്റുമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്, അക്കൗണ്ടിങ്, ടാക്സ് പ്ലാൻ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് മിനിമം വിദ്യാഭ്യാസം ഒരാൾക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ അയാൾ ഫൈനാൻഷ്യലി ശരിക്കും സൗണ്ടായിട്ട് രക്ഷപ്പെടുള്ളൂ.
കോഴ്സ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സലീന. കോഴ്സുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ടാക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ടാക്സ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്, കേരള ലൈക്കിനോ കൊച്ചിയിലുള്ള ഒരാളാണ്. അദ്ദേഹം ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ഷാരിഖ് സംശുദ്ധീൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അത് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി അതോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പലയിടത്തും എന്താ പറയുക, നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ PP വിജയൻ സാർ റിയൽ എസ്റ്റേറ്റിൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വേറെയും ടീം മെമ്പേഴ്സ് പലരും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവാം. ഒന്ന് പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. റിയൽ എസ്റ്റേറ്റ്, പേഴ്സണൽ, ഫൈനാൻഷ്യൽ പ്ലാനിങ്, അക്കൗണ്ടിങ്, ആൻഡ് ദെൻ നിങ്ങളുടെ ടാക്സ് പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? പിന്നെ ഷെയർ മാർക്കറ്റ് കേട്ടോ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കില്ല് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ട്, നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബുക്ക് വായിക്കുക. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ബുക്കിൻ്റെ പേര് ഇതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ഇവിടെ കാണുന്നില്ല. ബുക്കിൻ്റെ പേര് ഇതാണെന്ന് വെച്ചാൽ പണത്തിൻ്റെ മനഃശാസ്ത്രം, സൈക്കോളജി ഓഫ് മണി, വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങൾക്കും ഈ സംഗതികൾക്കൊക്കെ സാധിക്കും. ഓക്കെ, 30-ാം തീയതി മീറ്റപ്പ് വരുന്നുണ്ട്. എത്ര പേര് വരുന്നുണ്ട്? കോഴിക്കോട് വെച്ചിട്ട് മീറ്റപ്പ് നടക്കുന്നു, ബുധനാഴ്ചയാണ്. എത്ര പേര് വരുന്നുണ്ട്? മീ എന്ന് കമൻറ്റ് ചെയ്യും. കമൻറ്റ് ഓൺ മീ. നീ ഒന്ന് കമൻറ്റ് ചെയ്യുക. വെറും 1499 രൂപയേ ഉള്ളൂ എൻട്രി ഫീ. ഫുൾ ഡേ നമ്മൾ ട്രെയിനിങ് നൽകും. റിയൽ എസ്റ്റേറ്റ് പഠിപ്പിക്കുന്ന നിലവിൽ ഡോക്ടർ PP വിജയൻ സാർ. ഓക്കെ, അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് കമന്റ് ഡൗൺ. എത്ര പേര് വരുന്നുണ്ട്? എത്ര ആൾക്കാർ വരുന്നു? ഷബന മാം വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരൊക്കെയാണ്? സീനത്ത് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരാ വരുന്നത്? നമ്മളുടെ കാലിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഹീലിംഗ് ഉണ്ടാക്കും, എനർജി ഓക്കെ, അഫ്ല വരുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെയാണ്? ജസ്റ്റ് കമന്റ് ഡൗൺ. നിങ്ങൾ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെഷൻ. ഓക്കെ, സോ വെറും 1499 രൂപയ്ക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഹീലിംഗ്, അതേപോലെ തന്നെ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ സീക്രട്സുകൾ, പല കാര്യങ്ങളും അവിടെ സംസാരിക്കും. ശരിക്കും നിങ്ങളുടെ വേറെ ലെവലിലേക്ക് നമുക്ക് നീയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ആ ഒരു ദിവസം വരാതിരിക്കരുത്. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ളവർ വരുന്നില്ലേ? ശില്പിനോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. വരുന്നുണ്ടോ ബഷീർ സാർ? ഓക്കെ, ജിഷ് മീ എന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ജമീല ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ജമീല മാം ഉണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെ ഉള്ളത്? സുബൈർ സാർ. ഓക്കെ, വെരി ഗുഡ്. വേറെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നേരെ അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. കാലിക്കറ്റ് വെച്ചിട്ടാണ് ദൂരെ, വെറും കാലിക്കറ്റ് നടക്കുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് വുഡീസ്, കാലിക്കറ്റ് വുഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. റജീവ്, വെരി ഗുഡ്. വേറെ ആരൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഷഹീർ EP. ഓക്കെ, കാലിക്കറ്റ് വരുന്നുണ്ടോ ഷഹീർ? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ജോസഫ്, റൂബി, ലിൻസ, ആഷിദ, സൽമാൻ, ബഷീർ, രത്നം, ദിവ്യ, ഷബ്ന. ഓക്കെ, ഷബ്ന ഇസ് ഓൾറെഡി ഡൺ. ഇൻഷാല്ല, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെയാണ് വരുന്നത്? നമുക്ക് എന്ന് വെച്ചാൽ എല്ലാവരും വരാൻ ശ്രമിക്കുക. ആഷിദ, ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നല്ല രീതിയിലേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അതിലേക്ക് പങ്കെടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള ഷിഫ്റ്റും സംഗതികളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പുതിയ കാര്യങ്ങളാണ്, പുതിയ കോഴ്സും സംഗതികളൊക്കെ ഇൻക്രീസ് ചെയ്താണ്. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് ചേഞ്ചസ്. ഓക്കെ, ടൈം എപ്പോഴാണ് വരുന്നത്? ഓക്കെ, ടൈം രാവിലെ 9:30 to 5:30 ആണ് നമ്മുടെ പ്രോഗ്രാം വരാറുള്ളത്. 9:30 ആകുമ്പോഴേക്കും രജിസ്ട്രേഷൻ തുടങ്ങും. 10 o'clock ആകുമ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മണി മുതൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന 9:30 നിങ്ങളോട് എത്തണം. അപ്പോഴാണ് രജിസ്ട്രേഷൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, 10 o'clock സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ വി വിൽ ഗോ ടു ദാറ്റ് ലൈക്ക് ടിൽ 5:30 to 6. 6 മണി വരെയൊക്കെ ഉണ്ടാവും. 6 മണി വരെ ഉണ്ടാവും സെഷൻ. ബുധൻ അല്ലേ സാർ? യെസ്, ബുധനാണ്. ബുധനായതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വരാതിരിക്കരുത്. ബുധനാഴ്ചയാണ്, നിങ്ങൾ എന്തായാലും വന്നിരിക്കണം. യു ഷുഡ്. ബുധനാണെന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കരുത്. ഓക്കെ,
മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൺഡേകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനി ഡേ ജസ്റ്റ് ബി പ്രിപ്പയർഡ്. ഓക്കെ, നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരാം അല്ലേ? സോ ബാക്ക് ടു ടോപ്പിക്, നമ്മൾ പറഞ്ഞത് നോട്ട് ലേണിംഗ് അബൌട്ട് മണി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സോ സ്റ്റെപ്സ് ടു ബിഗിൻ യുവർ വെൽത്ത് ജേർണി, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സെറ്റ് ക്ലിയർ ഫൈനാൻഷ്യൽ ഗോൾ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ഫൈനാൻഷ്യൽ ഗോൾ എന്ത് കറക്റ്റായിട്ട് സെറ്റ്, എനിക്ക് എത്ര അച്ചീവ് ചെയ്യണം. ഡിഫൈൻ വാട്ട് വെൽത്ത് മീൻസ് ടു യു ആൻഡ് എസ്റ്റാബ്ലിഷ് ദ സ്പെസിഫിക് മെഷർ ഓഫ് ഡെഡ് ലൈൻ. ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ബൈ ദ എൻഡ് ഓഫ് ബൈ 2030, ബൈ മാർച്ച് 31st 2030, അല്ലെങ്കിൽ ബൈ മാർച്ച് 31st 2028 2027, അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റിനുള്ളിൽ എത്ര പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവണം, നിങ്ങൾ എത്ര വസ്തുവകകൾ വാങ്ങണം, എത്ര അസറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് എന്തെല്ലാം അസറ്റുകളാണ് ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സ്വന്തമാക്കണം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഗോൾ ആദ്യം സെറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ദെൻ ലേൺ അബൌട്ട് ബജറ്റിംഗ് ആൻഡ് സേവിങ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊരു കോഴ്സ് ചെയ്യണം. മാസ്റ്റർ ദ ഫണ്ടമെന്റ്സ് ഓഫ് ട്രാക്കിംഗ് എക്സ്പെൻസസ്, ക്രിയേറ്റിംഗ് ബജറ്റ്, എസ്റ്റാബ്ലിഷിംഗ് സേവിങ് ഹാബിറ്റ്സ്. അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ സംഗതി പഠിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നത്, ഇതിനൊരു കോഴ്സ് പഠിക്കണം, എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ സംഗതികൾക്കും വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ആൻ എമർജൻസി ഫണ്ട്. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള സാധനം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ടിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ബിൽഡ് എ ഫൈനാൻഷ്യൽ സേഫ്റ്റി നെറ്റ്, പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസസ് ആൻഡ് സെറ്റ്ബാക്സ്. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമുക്ക് ഈ പണമാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. സോ എമർജൻസി ഫണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, കയ്യിൽ കരുതി വെക്കണം. അതൊരു കാരണവശാലും തുറക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. എത്ര പേർക്ക് കൂടെ എമർജൻസി ഫണ്ട് ഉണ്ട്? 90% ആൾക്കാർക്ക് ഉണ്ടാവും. അധികം ആൾക്കാരും ഈ പറഞ്ഞിരിക്കുന്ന എമർജൻസി ഫണ്ട് ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ആ വരുമാനത്തിൽ നിന്ന് ആദ്യം പോകേണ്ടത് എമർജൻസി ഫണ്ടിലേക്കാണ്. ഓക്കെ, സോ എമർജൻസി ഫണ്ടിലേക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 10% 20% ഇടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ that will be much better. Next, build an extra income stream. അടുത്തത് ഒരു എക്സ്ട്രാ ഇൻകം സ്ട്രീം എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒന്നിലധികം വരുമാന മാർഗ്ഗങ്ങൾ. ഡെവലപ്പ് എ സൈഡ് ഹസിൽ ഓർ പാസീവ് ഇൻകം സോഴ്സ് ടു എക്സലറേറ്റ് യുവർ വെൽത്ത് ബിൽഡിംഗ് ജേർണി. ഒന്നിലധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒരു പണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. നെക്സ്റ്റ്, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. ലേൺ അബൌട്ട് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഗ്രോ യുവർ വെൽത്ത് ഓവർ ടൈം. ഒരുപാട് സമയം കഴിയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതികളിൽ നിന്ന് വരുമാനം വരാൻ വേണ്ടിയിട്ട് ആ ഡിഫറെൻറ്റ് മെത്തേഡുകളെ കുറിച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പണം, ഇപ്പോൾ ഉള്ള കിട്ടുന്ന പണം മുടക്കുക. ക്ലിയർ ആണ്? അതിന് വേണ്ടിയിട്ട് മറ്റു ഡിഫറെൻറ്റ് ബിസിനസ്സുകളൊക്കെ പഠിച്ചു തുടങ്ങണം മതി. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ് അല്ലെങ്കിൽ പണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, വെൽത്ത് ഈസ് ബിൽറ്റ് നോട്ട് വിഷ്ഡ് ഫോർ. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതെന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യുന്ന വേണം, പണിയെടുക്കണം എന്നർത്ഥം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ആക്ഷൻ വേണം. അതിന് വേണ്ടിയിട്ട് മനസ്സിരുത്തി പണിയെടുക്കണം. അതൊരു ലക്കല്ല, അതൊരു ആഗ്രഹിച്ച് ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു സംഗതിയല്ല. വർക്ക് ചെയ്യേണ്ടടുത്ത് വർക്ക് ചെയ്യുന്ന വേണം. മനസ്സിലായോ? ഡെഫിനറ്റ്ലി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യു നീഡ് ആൻ ഇൻറ്റൻഷണൽ ആക്ഷൻ. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ വേണം, പദ്ധതികൾ വേണം, കാര്യങ്ങൾ വേണം. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി ബീറ്റ്സ് സ്പീഡ്. കൺസിസ്റ്റൻസി എന്ത് ചെയ്യും, നമ്മൾ വേഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നല്ലത് സ്ഥിരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. റെഗുലർ ആൻഡ് സസ്റ്റൈൻഡ് എഫേർട്ട് ഇസ് മോർ എഫക്റ്റീവ് ദാൻ സ്പൊറാഡിക് ബേസ്റ്റ് ഓഫ് ആക്ടിവിറ്റി. നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ടെമ്പററി ഇൻറ്റൻസിറ്റി അല്ല, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അല്ല, സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് നിങ്ങളിൽ നിന്ന് പണം ഇങ്ങനെ സേവ് ചെയ്ത് പോകുന്ന ഒരു ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഹാബിറ്റ്സ്,
ചെറിയ എമൗണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ്സ്, ചെറുതാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത്, ഏതാണ് ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. മറ്റത് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചെയ്തെന്ന് വരും, അത് തുടങ്ങിയെന്ന് വരും, പതുക്കെ ചിന്തിക്കുന്നു വരും. അങ്ങനെയാവരുത്. ആൻഡ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻ. ബിഗിൻ യുവർ വെൽത്ത് ജേർണി വിത്ത് അവൈലബിൾ റിസോഴ്സസ്. അതൊരു ഹാബിറ്റാണ്. പണം സേവ് ചെയ്യുക, പണം മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നൊരു ഹാബിറ്റാണ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്, പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇത്രയും പണം കയ്യിൽ വരണം, ഇത്ര വരുമാനം ഉണ്ടാവണം എന്നിട്ട് ചെയ്യാം എന്നുള്ള തിങ്കിങ്ങിലേക്ക് പോകരുത്. ഇതൊരു ശീലമാണ്. ചെറുതാണെങ്കിലും ചെറിയ എമൗണ്ട് വെച്ചിരുത്തിയാൽ തുടങ്ങും. അതോടുകൂടി തന്നെ നിങ്ങൾ പണത്തെ നോക്കിക്കാണുന്ന രീതി മാറും. നിങ്ങൾക്ക് പണത്തോടുള്ള റിലേഷൻഷിപ്പ് മാറും, ആ കണക്ഷൻ മാറും, ആ എനർജി മാറും, ഒക്കെ ചെയ്യിച്ചാവും. നിങ്ങൾ കുറച്ചുകൂടെ എന്ത് റൈറ്റായിട്ട് അപ്പോൾ ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് തുടങ്ങുക. ആൻഡ് വെൽത്ത് ഈസ് ഈക്വൽ ടു ഫ്രീഡം, നോട്ട് സ്ട്രെസ്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നൽകുന്ന കാര്യമാണ്, ഒരിക്കലും സ്ട്രെസ് അല്ല, ഒരു ആൻസൈറ്റി അല്ല. ഓക്കെ, തടസ്സങ്ങളല്ല ക്രിയേറ്റ് ചെയ്തത്. വെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് വരേണ്ട ചിന്തകൾ, ഓക്കെ വെൽത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ തടസ്സം നിറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, ഇങ്ങനത്തെ തോട്ട്സ് അല്ല വരേണ്ടത്. മറിച്ച് പണം ഉണ്ടെങ്കിൽ ഒരുപാട് മനസ്സമാധാനമുണ്ട്, പണം ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പണമുണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ട് എന്ന പോസിറ്റീവായ തോട്ട്സാണ് പണത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ടത്. ആൻഡ് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പണം ഇന്ന് നമ്മൾ സേവ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഫൈനാൻഷ്യൽ ഡെസിഷൻ യു മേക്ക് ടുഡേ വിൽ ഷേപ്പ് യുവർ ലൈഫ് ഫോർ ഇയേഴ്സ് ടു കം. നിങ്ങൾ ഇന്ന് എന്ത് തീരുമാനമെടുക്കുന്നു പണത്തിൻ്റെ കാര്യത്തിൽ, അത് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കും, നമ്മുടെ ലൈഫിൻ്റെ തീരുമാനിക്കും. മനസ്സിലാകുന്നുണ്ട്? സോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണെന്ന് വെച്ചാൽ 1% ക്ലബ്ബ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1% ക്ലബിലേക്ക് വരാം. ഞാൻ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന പല സംഗതികളും, എസ്പെഷ്യലി ബിസിനസ് സ്കില്ലുകൾ, കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള വെൽത്ത് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലേക്ക് വരാം. അതേപോലെ തന്നെ നമ്മുടെ ഹൈ ഇൻകം സ്കില്ലാണ് കോച്ചിങ് മോഡൽ ബിസിനസ് എന്ന് പറയുന്നത്. ഞാൻ എന്താണോ എൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ എൻ്റെ ഈ സംഗതികൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതും 2011 ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ എന്താണോ ഒട്ടിച്ചു വെച്ചിരുന്നത്, ആ ഒട്ടിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി അതിൽ ഞാൻ ആദ്യം ഒരു കാറ് ഒട്ടിച്ചു, എക്സാക്ട്ലി സെയിം കാറ് വാങ്ങിച്ചു. രണ്ടാമത് വിഷൻ ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു പ്രീമിയം കാറായിരുന്നു, ഒരു ഓഡി കാർ, അത് വാങ്ങിക്കാൻ പറ്റി. ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നൊരു കാര്യം, ഒരു ബ്രാൻഡ് ആക്കിയിട്ട് എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്തു, എൻ്റെ ഡ്രീംസ് എല്ലാം പോസിബിൾ ആക്കി. ഒരൊറ്റ കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. കോച്ചിങ് മോഡൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഹൈ ഇൻകം സ്കിൽ, എൻ്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കോച്ചിങ് മെത്തേഡിലൂടെയാണ്, ഒരു മോഡലിലൂടെയാണ്. നിങ്ങളുടെ ബിസിനസ് എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോച്ചിങ് മോഡൽ CBM എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്കുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. ഓക്കെ, 1 ഇയർ കോച്ചിങ് പ്രോഗ്രാമാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അബ്സല്യൂട്ട്ലി നിങ്ങളുടെ സ്കിൽ എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, അതിപ്പോൾ ഉള്ളതിൽ നിന്ന് 10 ഇരട്ടി 100 ഇരട്ടി ലെവലിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കോൺഫിഡൻസ്, ക്ലാരിറ്റി, അതിന് വേണ്ട 1-to-1 സെഷൻസ്, ഇൻഡെപ്ത് ഡിസ്കഷൻസ്, സംഗതികൾ, കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോച്ചിങ് മോഡൽ ബിസിനസ് നിങ്ങൾക്ക് വരാം. 1% ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കോൺസെപ്റ്റിൽ ഇത് രണ്ടും സിമിലർലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കോച്ചിങ് മോഡലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 1% ക്ലബിൽ ഓവറോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോച്ചായി മാറണം, ഒരു ട്രെയിനറായി മാറണം, ഹീലറായിട്ട് മാറണം താല്പര്യമുണ്ട്, അതിൽ ബ്രാൻഡായി മാറണം, എന്നിട്ട് നിങ്ങൾക്ക് നല്ല വലിയ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CBM എന്ന് പറയുന്ന പ്രോഗ്രാം ഇസ് റൈറ്റ് ഫോർ യു. ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താണോ ചെയ്തത് എക്സാക്ട്ലി ചെയ്ത് ഞാൻ എന്നെ ക്രിയേറ്റ് ചെയ്തതുപോലെ നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത് തരും. ദാറ്റ് ഈസ് CBM പ്രോഗ്രാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓക്കെ എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, CBM പ്രോഗ്രാം പറഞ്ഞത്. അടുത്തത് 1% ക്ലബ് എന്ന് പറയുന്നത് ഇതേപോലെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ക്ലബ്ബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്നത് ഈ പ്രീമിയം ക്ലബ്ബിൽ ഇതേപോലെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുന്നു, ബിസിനസ്സുകാർ വരുന്നു, പരസ്പരം കണക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. 104 സെഷൻസ് അതിൽ പ്രൊവൈഡ് ചെയ്യും. 52 സെഷൻസും 52 റിവിഷൻസും.
പ്ലസ് നിങ്ങൾക്കൊരു 1-to-1 സെഷൻസ് ഉണ്ടാവും. കുറച്ച് ആ 1-to-1 സെഷൻസിലൂടെ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ് ഏതാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ടീം ബിൽഡിംഗ് സ്കില്ല്, മാർക്കറ്റിംഗ് സ്കില്ല്, സെയിൽസ് സ്കില്ല്, അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് സിസ്റ്റംസ് ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് നിങ്ങളെ പ്രോപ്പർ ഒരു ബിസിനസ് മാനാക്കി മാറ്റുക. പിന്നെ അതിന് പുറമെ അഡീഷണൽ ഇത്തരത്തിലുള്ള വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ്, സംഗതികൾ, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾക്കൊരു പേഴ്സണലി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തും, ഫൈനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യും, സംഗതികൾ ചെയ്യും. അതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് 1-to-1 ഡിസ്കഷൻസ് ആണ്. 1-to-1 ഡിസ്കഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: ജോയിൻ ദാറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുക. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റിന്. ഒന്ന് 4 ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം ഉണ്ട്. ഓക്കെ, 40,000, 40,000, 40,000. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് 1,60,000 ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് 4 തവണകളായിട്ട് അടയ്ക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 തവണകളായിട്ട് അടയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. 1,40,000 വരുള്ളൂ, 20,000 ഡിസ്കൗണ്ട് വരും 2 ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ. അടുത്തത് നിങ്ങൾക്ക് 1 ടൈം പേയ്മെൻറ്റ് വെച്ചിട്ട് സെറ്റിൽ ചെയ്യാം. അത് വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 40,000 റുപ്പീസിൻ്റെ ഒരു ഡിസ്കൗണ്ട് അവൈലബിൾ ആക്കും. 1,20,000 പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. സോ ഒറ്റയടിക്ക് സിംഗിൾ പേയ്മെൻറ്റിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 പേയ്മെൻറ്റ് അല്ലെങ്കിൽ 4 പേയ്മെൻറ്റ്. ദിസ് ഈസ് ദ ഓപ്ഷൻ അവൈലബിൾ. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് അതിലേക്ക് വരാം, എൻജോയ് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു അറിവിലേക്ക് പകർന്നു തന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഫർദർ എൻ്റെ സപ്പോർട്ട് വേണം വെൽത്ത് ക്രിയേഷനിൽ. ഫർദർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു കോച്ചായിട്ട് മാറണം, ഒരു ട്രെയിനറായിട്ട് മാറണം. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക്, പക്ഷേ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡൊക്കെ ബിൽഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ക്ലാസ്സുകളൊക്കെ എടുത്ത് അതിന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ പേജ്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത്, ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത്, ഒരു ട്രൈബിനെ ക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അതോറിറ്റി, ബ്രാൻഡ് അവയർനെസ്, പേഴ്സണൽ ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ CBM ഇസ് എ ബെസ്റ്റ് പ്രോഗ്രാം ഫോർ യു. യു ക്യാൻ കം ആൻഡ് ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ആം റെഡി ടു ഹെൽപ്പ് യു. 1-to-1 നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 ഇയർ നിങ്ങളുടെ കൂടെ ഞാൻ വർക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കും. വി വിൽ ഡു ദാറ്റ് ടുഗെദർ. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ ഐഡിയാസും നമുക്ക് എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്നു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് വിത്തിൻ 3 to 6 months നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് CBM എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. CBM എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോച്ചിങ് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജസ്റ്റ് 3 to 6 months കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ സീരിയസ് ആയിട്ട് നല്ലതായിട്ട് സംസാരിക്കുന്ന നല്ല കഴിവുള്ള ഒരാളാണ്, ഓക്കെ, അല്ലെങ്കിൽ അതിന് ആ ലെവലിൽ സ്കില്ലിൽ നിങ്ങൾക്ക് ഉഷാറായിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്യാൻ തയ്യാറാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ പറയുന്നത് അതുപോലെ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കിയ പണം അതിനപ്പുറവും എന്ത് ചെയ്യാം, 3 to 6 months എന്ത് ചെയ്യാൻ തിരിച്ചെടുക്കാൻ പറ്റും. ബിക്കോസ് അതിന് റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം. വീഡിയോസ് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരും, എല്ലാ കാര്യങ്ങളും പ്ലസ് നമ്മൾ ചെയ്തു തരുകയും ചെയ്യും. ഈവൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പേഴ്സണലി നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. പേഴ്സണലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്യാനും സംഗതികൾ ഷൂട്ട് ചെയ്യാൻ നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടില്ല. ആൻഡ് ഐ വിൽ ബി ബിൽഡിങ് യുവർ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം പേജ്, ഇതെല്ലാം ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യും. ആൻഡ് ദെൻ I will also do digital marketing and those kind of things, because exactly ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാം. സോ നിങ്ങളൊരു ട്രെയിനറോ ഒരു കോച്ചോ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, എങ്ങനെ നിങ്ങൾ ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച്, ആസ് എ ബിസിനസ് മാൻ നിങ്ങൾക്ക് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യാം, എങ്ങനെ വെബിനാർ സെല്ല് ചെയ്യണം, എങ്ങനെ പ്രൈസ് ഇടണം, എങ്ങനെയാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ടീമിനെ ട്രെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ടീം ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക്. സോ ആൻഡ് ദാറ്റ് ഇസ് എ പ്രോഗ്രാം CBM. ഇഫ് യു വാണ്ട് ടു ലേൺ ദാറ്റ്, ദാറ്റ്സ് എ ഹൈ ഇൻകം സ്കിൽ. ഇൻവെസ്റ്റ് money into this high income skill and learn and change your life completely. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഹൗ മച്ച് ഈസ് എ ഫീ? ഓക്കെ, 1 year പ്രോഗ്രാം ആണ്. 1,60,000 രൂപയാണ് അതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 തവണകളായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. 40,000, 40,000, 40,000. പക്ഷേ നിങ്ങൾ അപ്രൻ്റ് ആയിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ 1,20,000 അടച്ചാൽ മതി. ഇനി അതെല്ലാം 2 തവണയായിട്ട് അടക്കുന്ന ഓപ്ഷൻ ഉണ്ട്, 70,000, 70,000 വെച്ചിട്ട്. സോ ഓരോ അടവിലും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് അപ്രൻ്റ് ആയിട്ട് അടക്കുമ്പോൾ 40,000 ഡിഫറൻസ് വരും, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഒറ്റയടിക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി 2 തവണ അടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഡിസ്കൗണ്ട് 20,000 ഡിസ്കൗണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. എന്തിനാണ് ഇത്രയും ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ 1 വർഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. ഐ വിൽ ബി വർക്കിംഗ് വിത്ത് യു
നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാകും, ഞാനും എൻ്റെ ടീമും. ആൻഡ് വി വിൽ ബി ഗൈഡിങ് യു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്, എന്താ പറയുക, ഒരു ജേർണി ആയിരിക്കും. നിങ്ങളുടെ വെൽത്ത് ബ്ലോക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് പാത്വേ ക്രിയേറ്റ് ചെയ്തിടുക, നിങ്ങൾ അതുപോലെ ചെയ്യുക. നമ്മൾ പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-to-1 ഇരിക്കാം, 1-to-1 ഇരുന്നിട്ട്, ഇതിൽ ഏറ്റവും അട്രാക്ഷൻ ഇതാണ്, 1-to-1 ആണ്. 1-to-1 നമ്മൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഇത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ റീസെൻ്റ്ലി നമ്മുടെ തന്നെ ഒരു 1% ക്ലബിലുള്ള ആൾക്കൊക്കെ ഒരു 2 hours ഞാൻ തന്നെ ഇരുന്നിട്ട് എക്സാക്ട്ലി അവരുടെ പേജ് എങ്ങനെയായിരിക്കണം, കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഞാൻ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ആയിട്ട് ഇരുന്ന് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത്, ഞാൻ അതിലേക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത്, പോസ്റ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത്, അതിൽ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സംഗതി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉമേബ മാം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. മാം ഇസ് ദർ. അതേപോലെ തന്നെ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തു, സംഗതികൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. യെസ്, ഉമേബ മാം ഈസ് ദ ഹിയർ. ഉമേബ മാം, ആർ യു ഫ്രീ? ക്യാൻ യു ടോക്ക്? ഇസ് ഷീ ഹിയർ? കൊച്ചി ഓഫീസ് ഉണ്ടോ? ഇല്ല, കൊച്ചിയിൽ ഓഫീസ് ഇല്ല. വി ഡോണ്ട് ഹാവ് ഓഫീസ് ഇൻ കൊച്ചി, കാലിക്കറ്റ് ഉള്ളി. ഓക്കെ, യാ. സോ ഉമേബ മാം ബിസി ആണെന്ന് തോന്നുന്നു. മാമിന് നമ്മൾ ഇവിടെ വീഡിയോ കാലിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മാം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരി നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എന്താ വെച്ചാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികളും സംഗതികളൊക്കെ അറിയാം. സോ അതാണ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ബ്രാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഗോൾഡ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ പ്ലാനിൽ എന്ത് ചെയ്യാം, എടുക്കാം. ആൻഡ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ പ്രൊമോട്ട് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഗതികൾ ചെയ്യണം. ലീഡ്സ് ജനറേഷൻ നിങ്ങൾക്ക് വേണ്ടത് കസ്റ്റമേഴ്സിനെയാണ്, നമുക്ക് വേണ്ടത് റൈറ്റ് ഓഡിയൻസിനെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, 100 രൂപ, 200 രൂപ, 500 രൂപ, ലൈക്കിനോ 1000 രൂപയൊക്കെ കൊടുത്തിട്ട് 2000 രൂപ അത് പിന്നീട് വർദ്ധിപ്പിച്ച് 5000 രൂപ, 10000 രൂപ, 15000 രൂപയൊക്കെ ഡെയിലി പരസ്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്തിട്ട് 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഓക്കെ, നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്ന് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഷുഡ് യു ഡു? നിങ്ങൾ എന്താ ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ കുറേ സ്റ്റെപ്സുകളുണ്ട്. അത് കറക്റ്റായിട്ട് പഠിക്കണം. ആ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് CBM. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്കൊരു വിസിബിലിറ്റി കൊണ്ടുവരാം, കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് അവരൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് നിങ്ങളൊരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക, എങ്ങനെയാണ് പ്രോസസ്സ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് ആ ഒരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ, ആൾക്കാർ നമ്മുടെ ഫോളോവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബയർ സൈക്കോളജി എന്താണ്, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, അവരുടെ ലൈഫിലേക്ക് എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്ക് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് കോഴ്സുകൾ സെല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോഴ്സുകൾ അവർക്ക് പ്രൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്. യു ലേൺ എവറിത്തിങ് ആൻഡ് യു സ്റ്റഡി. ഓക്കെ, ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. വേറെ ട്രെയിനറെ ഞാൻ 1.5 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻകം മാസം 18 ലക്ഷത്തിലേക്ക് 1.5 മാസം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരു വർഷത്തിൽ ഏകദേശം 3.5 കോടി 4 കോടി ടേൺ ഓവറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആളാരാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ്ലി പിന്നിൽ പ്രവർത്തിച്ചത് ഞാനാണ്. സോ ഐ എം ദ പേഴ്സൺ ഹു ക്രിയേറ്റഡ് ദാറ്റ് പേഴ്സൺ. സോ ഐ ക്യാൻ ഡു ദാറ്റ് സെയിം തിങ് ഫോർ യു ഇഫ് യു ആർ ടാലൻറ്റഡ്. ഓക്കെ, നിങ്ങൾ ടാലൻറ്റഡ് ആണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സ്കിൽ അധികം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്കില്ലുണ്ട് കേട്ടോ. അതാ രസം. നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ട്രെയിനർ ആവാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ഹീലിംഗ് പഠിപ്പിക്കണം, സൈക്കോളജി പഠിപ്പിക്കണം. നോ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് പലർക്കും ചെയ്യാൻ അറിയില്ല. അവർക്ക് നിങ്ങളെപ്പോലെ ആവണം. അത് അവരെ പഠിപ്പിച്ചാൽ മതി. യു ക്യാൻ ക്രിയേറ്റ് കോഴ്സ് ഓൺ ദാറ്റ്, വട്ട് എവർ ദ സ്കിൽ. പെയിന്റ് ചെയ്യാൻ അറിയുന്നവരുണ്ട്, നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നവർ, ഈ ചിത്രം വരയ്ക്കുന്നത് പഠിപ്പിക്കുക, അതിന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നവരുണ്ട്, കുക്കിംഗ് പഠിപ്പിക്കുക. എത്രയോ ആൾക്കാർ ഇപ്പോഴും കുക്കിംഗ് ക്ലാസ്സിന് കോഴ്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിലെ ഫ്രീ വീഡിയോസ് ഒന്നും ആർക്കും വേണ്ട, അതൊന്നും ആർക്കും കാണാൻ ക്ഷമയില്ല. പക്ഷെ ഒരു കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരാളോട് സംസാരിക്കണം, ഒരാളോട് കണക്റ്റഡ് ആവണം, എന്നിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരാൾ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട ഒരാളുണ്ട്, ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അവരെ സിംഗിൾ പാരൻസ് അവരനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്,
അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസിന്റെ മകളാണ്. അപ്പൊ അവനവന്റെ പെയിൻ ഉണ്ടാവും. ആ പെയിനോ അല്ലെങ്കിൽ അവനവന്റെ എക്സ്പീരിയൻസോ അതിനെ എന്ത് ചെയ്യുക, അവനവന്റെ സ്റ്റോറി എടുത്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് അത് കോഴ്സാക്കി മാറ്റാൻ പറ്റും. സോ CBL എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് ഇപ്പൊ എന്തോ ആയിക്കോട്ടെ. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ കോർപ്പറേറ്റ് ജോലി കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കാം, എങ്ങനെ ജോലി കണ്ടെത്താം. ഇന്റർവ്യൂ ട്രെയിനിങ് എങ്ങനെ കൊടുക്കാം, അത് ഇന്റർവ്യൂവിൽ ആൾക്കാരെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പെയിന്റിങ്സ്, വേറെ എന്ത് സ്കില്ലും നിങ്ങൾക്കുള്ള എല്ലാവർക്കും ഓരോ സ്കില്ലുണ്ട്. നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ വീട് വെക്കാം, ഇതിന് കോഴ്സ് ഉണ്ട്, അറിയാം. ചില ആൾക്കാർക്ക്, ചില വീട്ടമ്മമാർക്ക് എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട് ക്ലീൻ ചെയ്ത് വെക്കാൻ അറിയാം. അവർക്ക് കുറേ ടെക്നിക്സുകൾ ഉണ്ട്. ഇതിന് കോഴ്സ് ഉണ്ട്, ഇത് കോഴ്സ് കൊടുക്കാം. ടൈലറിങ് ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്. അത് രസം, മനസ്സിലാവുണ്ടോ? EFT ഓൺലൈനിലൂടെ പഠിപ്പിക്കാം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് വന്നിട്ട് ട്രെയിനർ പറഞ്ഞു EFT ഒരിക്കലും ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ പറ്റില്ല. ബട്ട് വി ഡിഡ് ഇറ്റ്. നമ്മളത് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ലൈഫിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എവ്രി വൺ ഹാസ് എ സ്കിൽ. നിങ്ങളുടെ സ്കിൽ എന്തായിരിക്കും? മറ്റുള്ളവർ അസൂയപ്പെടുന്ന സ്കിൽ ഉണ്ടാവും. ആ സ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തു. നിങ്ങളുടെ ഒരു സ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത്? പാട്ട് പാടാൻ കഴിയും നന്നായിട്ട്. നിങ്ങൾ പാട്ട് പാടാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതിൻ്റെ ടെക്നിക്സ്, സംഗതികൾ, കാര്യങ്ങളൊക്കെ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, നിങ്ങൾക്ക് മദ്ദളം കൊട്ടാൻ അറിയാം, അത് പഠിപ്പിക്കാം. ചില ആൾക്കാർക്ക് അത് പഠിക്കാൻ താല്പര്യമുണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കാൻ. ഓക്കെ, എന്തും. ആക്ടിങ് അറിയാം, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, ഈ ആക്ടിങ് പഠിപ്പിക്കുക. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആവാൻ പഠിക്കുക. വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്, അങ്ങനെയാണെങ്കിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഒരു കോഴ്സ് പഠിപ്പിക്കുക. ഇന്ത്യ രാജ്യം പരന്നു കിടക്കുക. ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വേൾഡ് മൊത്തം കിടക്കുന്നുണ്ട്. ഹിന്ദി അറിയുമെങ്കിൽ ഇന്ത്യ രാജ്യം മൊത്തം കിടക്കും. ഇംഗ്ലീഷ് അറിയെങ്കിൽ ഇന്ത്യ രാജ്യം മൊത്തം കിടക്കുന്നുണ്ട്. ഓക്കെ, കോമ്പറ്റീഷൻ ഒന്നുമില്ല. 3 കോടി ജനങ്ങളുണ്ട്. ഇപ്പോഴും കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ആൾക്കാരിലേക്ക് എത്തി. ഇനിയും പുതിയ ജനറേഷൻ വരുന്നുണ്ട്. പറഞ്ഞോ, ഓരോ വർഷം പുതിയ ജനറേഷൻ വരുന്നുണ്ട്. ഇവർക്കൊക്കെ സ്കിൽ ആവശ്യമുള്ളൂ. സോ ദ മാർക്കറ്റ് ഈസ് ദർ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് പഠിപ്പിക്കുക. പഠിപ്പിക്കുന്നവരെ എല്ലാവർക്കും റെസ്പെക്റ്റ് ആയിരിക്കും, വാല്യുബിൾ ആയിരിക്കും. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ജെനുവിനായിട്ട് അവരെ മറ്റുള്ളവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങൾ അവരുടെ പിന്നാലെ പുറകെ പോയിട്ട് നിങ്ങൾക്കൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ക്യാഷ് തരും. നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഇങ്ങോട്ട് വരുന്ന തേടിക്കൊണ്ടിരിക്കും. നിങ്ങൾ പൊസിഷനിങ് നടത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വാങ്ങിക്കുക, ഇതൊന്ന് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല. People will come to you because you have an audience, you have a community. The sales will automatically happen. പക്ഷെ അതെന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്യാൻ കുറച്ച് പണിയെടുക്കാൻ. സോ ദാറ്റ്സ് വാട്ട് വി ടീച്ച് അറ്റ് CBM, വിച്ച് ഇസ് കോച്ചിങ് ബിസിനസ് മോഡൽ എന്ന് പറയുന്ന പ്രോഗ്രാം. അത് പ്യൂർലി കോച്ചിങ്, മനസ്സിലാകണ്ട, കോച്ചിങ് ബിസിനസ് തന്നെയാണ് കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ കോച്ചിങ് ബിസിനസ് ആക്കി മാറ്റാം. ഓക്കെ, താങ്ക് യു. നമ്മളുടെ 3ാമത്തെ സെഷൻ വെൽത്ത് ക്രിയേഷൻ്റെത് ഇന്ന് അവസാനിച്ചു. ഇത്രയും 3 ദിവസത്തെയും എന്താ പറയുക സെഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടിയോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? വെൽത്ത് കിട്ടിയോ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? യെസ്. ഇനി വെൽത്ത് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ CBL അല്ലെങ്കിൽ എന്താ പറയുക 1% ക്ലബ് എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. വെൽത്ത് ബ്ലോക്സ് എന്ന് പറയുന്നത്. വെൽത്ത് ബ്ലോക്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാവും.
സാമ്പത്തികമായിട്ട് എനർജി ബ്ലോക്സുകൾ വരും, സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്സുകൾ വരും, ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ലിമിറ്റിംഗ് ബിലീഫായിട്ട് കിടക്കുന്നത്, പണവുമായി ബന്ധപ്പെട്ടുള്ള ബ്ലോക്കുകൾ എന്തൊക്കെയാണ്, വെൽത്ത് ബ്ലോക്ക് എന്താണെന്നുള്ളത് നോക്കുക. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിയർ ചെയ്ത് കളയും. അത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് അവയർനെസ്സിൽ എപ്പോഴും വെൽത്തിൻ്റെ നല്ല ചിന്തകൾ കൊടുക്കുക. അതിനു മുൻപ് പറഞ്ഞിരുന്നു, ഐ സീ ആൻഡ് അട്രാക്ട് മണി എവറിവെയർ ഫ്രീലി ആൻഡ് അബണ്ടൻ്റ്ലി. ഈ വേർഡ് എപ്പോഴും പറയും കേട്ടോ. ആരെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ, പണം കിട്ടിയിരുന്നോ? ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യാൻ. ഐ അട്രാക്ട്, നിങ്ങൾ 300-ലധികം തവണ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഐ സീ ആൻഡ് അട്രാക്ട് മണി എവറിവെയർ ഫ്രീലി ആൻഡ് അബണ്ടൻ്റ്. ഓക്കെ, ഇത് ചെയ്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ എന്തായാലും പണം ഒരുപാട് അവരുടെ ലൈഫിലേക്ക് വരും. വെൽത്ത് റിമൂവ് ചെയ്യാനുള്ള ഒറ്റ വേർഡാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഐ സീ ആൻഡ് അട്രാക്ട് മണി എവറിവെയർ ഫ്രീലി ആൻഡ് അബണ്ടൻ്റ്ലി. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറേ പണം കാണാൻ തുടങ്ങും, പല സ്ഥലത്തു നിന്നും പൈസ വരാൻ തുടങ്ങും, പല സ്ഥലത്തും പൈസ വീണ് കിടക്കുന്നത് കാണാൻ തുടങ്ങും. ഇതൊക്കെ പിക്ക് ചെയ്യുക, ഇതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ള ഒരാളെ പണം വീണ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക, അത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ വെക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് ടൈം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ചാരിറ്റി ചെയ്യാം, അല്ലെങ്കിൽ സംഗതികൾ ചെയ്യാം. ഓക്കെ, വേറൊരാളുടെ പണം വീണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പക്ഷേ നിങ്ങൾ പണം കാണാൻ തുടങ്ങും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുവരെ തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഓക്കെ, ഓൾറൈറ്റ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. മറക്കരുത്, കാലിക്കറ്റിൽ 30-ാം തീയതി മീറ്റപ്പ് വരിക. 2, 3, 4, 5 തീയതികളിൽ അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പ്ലസ് നമ്മളുടെ സിൽവർ മെമ്പർഷിപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് സിൽവർ മെമ്പർഷിപ്പ് എന്നൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക, നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾറെഡി കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് ഹ്യൂജ് ബെനിഫിറ്റ് അതിലുണ്ട്, പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഹ്യൂജ് ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ മാറി വരിക. പ്രീമിയം ഒരു മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണത്, നിങ്ങൾ അതിലേക്ക് വരാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, sir. Thank you so much. Thank you. Thank you, sir. Thank you so much. Thank you. Thank you. Thank you. Thank you, everyone.